വേക്കൻസി ഉണ്ട് അല്ലേ? ഉണ്ട്. എത്രത്തോളം പേർക്ക്? ഇപ്പൊ ഒരു 100ഓളം വേക്കൻസി അവിടെ വന്ന് കിടക്കും. ഇന്ന് പോയാൽ നാളെ ജോലി ചെയ്യാം. സുഹൃത്തുക്കളെ, ഞാനിന്ന് കോട്ടക്കലുള്ള കേട്ടോ. ഇവിടെ ഒരു 6 മാസം മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. 6 മാസം മുന്നേ വരുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരു സ്ഥാപനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്നാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അന്ന് എൻ്റെ ബാക്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതായത് കുടുംബം രക്ഷപ്പെട്ടവരുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അതായത് UAE പോയി രക്ഷപ്പെട്ടവരെന്ന് വേണ്ടി പറയാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം അന്ന് ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നു. ഇന്ന് അവർ UAE വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു, നല്ല രൂപത്തിൽ സാലറി ഒക്കെ വാങ്ങിച്ച് കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി വന്നാണ്. അതായത് ഒരു 100ഓളം പേർക്ക് ഇപ്പോൾ ജോലി, അതായത് അവിടെ വേക്കൻസി ഉണ്ട് അല്ലേ? ഉണ്ട്. എത്രത്തോളം പേർക്ക്? ഇപ്പൊ ഒരു 100ഓളം വേക്കൻസി അവിടെ വന്ന് കിടക്കും. ഇന്ന് പോയാൽ നാളെ ജോലി ചെയ്യാം എന്ന് വെച്ചാൽ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ജോലി കിട്ടുന്നത്, ആർക്കൊക്കെ ജോലി കിട്ടുന്നു എന്നൊക്കെ ഉള്ളത് അതിലേക്ക് വരാം. അപ്പൊ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് കാണിക്കാണ്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. കാരണം നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്രയും പേര് ജോലിക്ക് കയറി അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് എന്തിൻ്റെന്ന് പറഞ്ഞേ? ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ അന്ന് 6 മാസം മുമ്പ് വീഡിയോ എടുത്ത് പോയല്ലോ. അതിനുശേഷം ചേർന്ന കുട്ടികളെ ഇവിടുന്ന് പഠനം കഴിഞ്ഞു, അവിടെ ജോയിൻ ചെയ്തു, അവിടെ ജോലിക്ക് കയറിയതിന് ശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇത് ദുബായ് ഗവൺമെന്റ് അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റ് ആണ്, KHDന്റെ. അതാണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ചോദിക്കട്ടെ, ഇത്രയും പേര് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് വന്നു. എനിക്ക് ഒരു 10 ലക്ഷം ആളുകളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയോ? എല്ലാവർക്കും ജോലി കിട്ടി. ഈ കാണുന്നുണ്ടാവട്ടെ, അപ്പൊ ഈ ജോലി കിട്ടിയവരെ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷമാണല്ലോ. അപ്പൊ അത്രയും പേർക്ക് ഒരുമിച്ച് പോയി. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മാസത്തെ കോഴ്സാന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്, ആർക്കൊക്കെ ജോലി കിട്ടുന്നത് നമുക്ക് ചോദിക്കാം. ഇവിടെ എന്താ ചെയ്യുന്നത്, എങ്ങനെ ജോലി കിട്ടുമെന്ന് പറഞ്ഞത്? ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് കോഴ്സാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 2 മാസം നാട്ടിൽ ട്രെയിനിങ് കൊടുക്കും, പിന്നെ ദുബായിൽ 2 മാസം കൊടുക്കും. 4 മാസത്തെ കോഴ്സാണ് അന്ന് ടോട്ടൽ 4 മാസം. 2 മാസം ഇവിടെ വരുന്നു. അതായത് കേരളത്തിന്റെ ഇന്ത്യയിലെ എവിടുന്ന് ആള് വന്നാലും ഇവിടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ സെറ്റാണ്, എല്ലാം സെറ്റാണ്. എന്നിട്ട് 2 മാസത്തെ കോഴ്സ് ഈ ഇപ്പൊ നമ്മൾ ബാക്കിൽ കാണുന്നുണ്ടാവും. അവിടെ വെച്ച് 2 മാസത്തെ കോഴ്സ് നടക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ UAE കൊണ്ടുപോകണം. അതെ അതെ. ആക്ച്വലി 2 മാസം നമ്മൾ ഫ്രഷറായ ഒരു കുട്ടികളെ 2 മാസം ഇവിടെ കൊടുത്തിട്ട് അവരെ ഈ ഫീൽഡിലേക്ക് ഇതിലേക്ക് ഞങ്ങൾ ഭാഗമാക്കിയിട്ട് പിന്നെ ദുബായിൽ പോയിട്ട് അവരെ ഡീപ്പ് ലെവലായിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ പിന്നെ നേരെ ജോലി. അത് കഴിഞ്ഞാൽ നേരെ ജോലിക്ക്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇവിടെയും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ? അത് ഒന്ന്, ഞങ്ങളിവിടെ മെയിനായിട്ട് സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് ആണല്ലോ. അതിൽ മെയിനായിട്ട് ഞങ്ങൾ ഐഫോൺ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ഡീപ്പ് ലെവൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഐഫോണിൽ ഈ മാർക്കറ്റിൽ കുറേ ആളുകൾക്ക് ഐഫോണിൻ്റെ ഡീപ്പ് ലെവൽ റിപ്പയറിംഗ് സത്യത്തിൽ അറിയില്ല. ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു 20% ആളുകളെ IC ലെവൽ ചെയ്യുന്ന ആളുകളുള്ളൂ. അന്നത്തെ ഒരു വീഡിയോയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നിട്ടാ, പേരെന്ന് പറയാം ആണ്. അന്നത്തെ വീഡിയോയിൽ നിങ്ങളാലുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവരൊക്കെ കയറി, അവരൊക്കെ ഇപ്പൊ ജോലി ചെയ്യണം. അന്ന് ഇദ്ദേഹം ആണെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം UAE നിന്ന് വന്നാണ് കേട്ടോ. എത്ര വർഷമായിട്ടുണ്ട് ശരിക്കും അവിടെ? ആദ്യം പേരെന്ന് പറഞ്ഞേ, പേര് ചോദിക്കാൻ പറഞ്ഞു. ആസിർ. എത്ര വർഷമായിട്ടുണ്ട് അവിടെ ശരിക്കും? ഞാൻ ആക്ച്വലി 20 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. UAE അതെ, UAE തന്നെ 20 വർഷമായിട്ടുണ്ട്. UAE എവിടെയാണ്? UAE ബർദുബായിൽ. ഞങ്ങളിവിടെ 2-3 ടൈപ്പ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ചില ആളുകൾക്ക് ദുബായിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് ഇവിടെ 4 മാസത്തെ കോഴ്സും കേരളത്തിൽ കൊടുത്തിട്ട് ഐഫോണിന്റെ ഡീപ്പ് ലെവൽ ടെക്നീഷ്യൻ ആക്കി, ലെവൽ 4 ടെക്നീഷ്യൻ ആക്കി മാറ്റും. നല്ലൊരു ടെക്നീഷ്യൻ ആക്കിയിട്ട് ഞങ്ങൾ പുറത്തിറക്കും. പിന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ ദുബായ് കോഴ്സ്. പിന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ടെക്നീഷ്യൻ ആയിട്ടുള്ള ആളുകൾ, പക്ഷെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്ത, കാലി ഡിസ്പ്ലേ മാറ്റൽ, ബാറ്ററി മാറ്റൽ, ഇത് മാത്രം അറിയുന്ന ആളുകളുണ്ട്, കുറേ ഉണ്ട് അങ്ങനെ. അപ്പോൾ അവർക്കൊക്കെ വേറെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് 2 മാസമോ അല്ലെങ്കിൽ 1 മാസമോ, മീൻസ് അവരെ ചെക്ക് ചെയ്ത് അവരെ ക്വാളിറ്റി അനുസരിച്ച് ചില ആളുകൾക്ക് 1 മാസം കൊടുത്താൽ മതിയാവും, ചില ആളുകൾക്ക് 2 മാസം കൊടുത്താൽ മതിയാവും. ആ രീതിയിൽ അവർക്ക് കൊടുത്തിട്ട് ജോബ് ആക്കി കൊടുക്കും. ഇപ്പോൾ ഈ കാണുന്നവരെ ചിലപ്പോൾ അവരുടെ മക്കളൊക്കെ പറഞ്ഞയക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ കളിച്ചിറക്കുന്ന പ്രായമൊക്കെ. അങ്ങനെ ആണെങ്കിൽ അവിടെ ആരും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. അങ്ങനെയാണ് നിങ്ങളുടെ ഏറ്റെടുക്കലാണോ? അതെ, അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ വരല്. കൂടുതലായി +2 കഴിഞ്ഞ ഡിഗ്രി കഴിയുന്ന കുട്ടികളാണ് വരിക. അപ്പൊ അങ്ങനത്തെ ആളുകളെ ഞങ്ങള് അവർക്ക് വേണ്ട രീതിയിലുള്ള റൂം സെറ്റാക്കി കൊടുക്കും, ഫുഡ് സെറ്റാക്കി, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യും. പുറമെ ഞങ്ങളെ കണ്ണ് എപ്പോഴും അവരുടെ അടുത്തുണ്ടാവും. അതെ അതെ, അവരെ ഇത് പഠിപ്പിച്ചു കൊടുത്ത് സെറ്റാക്കി ഒരു ജോബിന് കയറ്റിയതിന് ശേഷം അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവര് ഫിറ്റ് ആയിട്ടേ ഞങ്ങൾ എന്തായാലും. അതെ, ഓക്കെ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ കണ്ടിപ്പോ നാളെ ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ 4ാമത്തെ മാസം നിങ്ങൾ UAE ജോലി മേടിച്ചു കൊടുക്കുന്നത് തന്നെയാണ് അല്ലെ? അങ്ങനെയാണ് പറഞ്ഞിട്ടല്ലേ? അതിൽ മാറ്റമൊന്നുമില്ല ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ കമ്പനിയുടെ പേര്
എക്സ്പെർട്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ, അതായത് ഇവിടെ വന്ന് ജോലിക്ക്, അതായത് നമ്മുടെ യു എയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നു 2-3 പേര് വന്നിട്ട് അവർ യു എയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവരിപ്പോൾ ലാസ്റ്റ് നമ്മളെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണ്. അവർ ദുബായിൽ പോയി വന്നു. പോയി വന്നു. അവർക്ക് ദുബായ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് അവർ വന്നു. അപ്പൊ അവരെ കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണം, ഷോപ്പ് ഇപ്പോൾ നാട്ടിൽ ഷോപ്പ് ഇടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മളായിട്ട് ചെയ്തു കൊടുക്കും. ഇനി ഫ്രാഞ്ചൈസി ആണെങ്കിൽ അങ്ങനെ എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. സോഫ്റ്റ്വെയറും കാര്യങ്ങളും, അക്കൗണ്ട് സോഫ്റ്റ്വെയറും സർവീസ് സോഫ്റ്റ്വെയറും എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഷോപ്പ് ഇടുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്, എന്നാലും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നവരാണ് കൂടുതൽ അല്ലേ. എന്നാൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരോട് വിളിച്ച് ചോദിക്കാം എങ്ങനെയാണ് എന്താന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, കാരണം ഇനി ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെട്ടെ അല്ലേ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.